നമസ്കാരം. വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സമയം കൃത്യം അർദ്ധരാത്രി 12 മണിയാണ്. 12 മണിക്ക് BJPയുടെ സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ അമ്പലപ്പുഴ ഭാഗത്താണ് ഉള്ളത്. ഈ 12 മണി സമയത്തും താങ്കളെ പ്രതീക്ഷിച്ച് നിരവധി ആളുകൾ നിൽക്കുന്നു, അമ്മമാർ നിൽക്കുന്നു, കൈക്കുഞ്ഞുങ്ങളടക്കം ഉള്ളവർ നിൽക്കുന്നു. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പൾസ്? തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാനിത് നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഇവർ പറഞ്ഞു കേട്ടില്ലേ, അതായത് ധാരാളം ആളുകളുണ്ടായിരുന്നു. അപ്പോൾ മഴ പൊടിച്ചതുകൊണ്ട് കുറേ പേര് അവർ വീട്ടിലേക്ക് പോയി. ഇന്നലെയൊക്കെ ശരിക്കും എൻ്റെ ഇന്നലത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് 2 മണിക്കാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതാരെങ്കിലും വിശ്വസിക്കുമോ? ഇന്നിപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾക്കത് നേരിൽ കാണാൻ സാധിച്ചു. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ മനസ്സിനകത്ത് വല്ലാത്ത വേദനയാണ്. അവർക്ക് ഒന്നും കിട്ടാത്ത ഒരു മണ്ഡലം. നോക്കൂ, അരൂര് മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള പ്രദേശങ്ങളിൽ വികസനം എന്നുള്ളത് വെറും വാക്ക് മാത്രമാണ്, വാഗ്ദാനം മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിനകത്ത് പ്രതിഷേധമുണ്ട്. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിൽ പാർട്ടി നല്ല രീതിയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം. മോദിജിയുടെ ഓരോ തവണയും കേരളത്തിലേക്കുള്ള വരവ് എൻ്റെ സഹപ്രവർത്തകരെ കൂടുതൽ പ്രവർത്തിക്കാൻ അവർക്ക് ഊർജം കിട്ടുകയും ഈ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞങ്ങൾ വിജയത്തിൽ കുറഞ്ഞതായിട്ടൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കരുത്താണ് ഇവിടെ കണ്ടിട്ടുള്ള എൻ്റെ മുഴുവൻ സഹപ്രവർത്തകരും. അവർ ഈ ബൂത്തിനകത്തുള്ള ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. തൊട്ടടുത്ത സ്വീകരണ യോഗത്തിലാണെങ്കിൽ ആ ബൂത്തിലെ ആളുകളെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അത്രയും ആളുകൾ എണ്ണയിട്ട യന്ത്രം പോലെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം അവർ നടത്തുന്നു. വീടുകൾ കയറുന്നു. കഠിനമായിട്ടുള്ള വെയിലിനെ അതിജീവിച്ചുകൊണ്ടും അവർ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ മോദിജിയുടെ അരികിൽ ചെന്നിരുന്ന് പറയാൻ അവരുടെ ശോഭ മതി എന്നവർ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് BJPയിലേക്ക് ഓരോ ദിവസം 50 പേരാണ് കഴിഞ്ഞ ദിവസം മുല്ലക്കൽ പ്രദേശത്തു നിന്ന് 50 ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് പാർട്ടിയിലേക്ക് വന്നത്. ഞാൻ തന്നെയായിരുന്നു വിഷുവിൻ്റെ ഉച്ചയ്ക്ക് ശേഷം അവരെ പോയി സ്വീകരിച്ചത്. ഇനി ചേർത്തലയിൽ അതുപോലെ വലിയൊരു പരിപാടി നടക്കാൻ പോവുകയാണ്. ഓരോ പ്രദേശങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് വരുന്നത് നരേന്ദ്രമോദിജിയെ കണ്ടിട്ടാണ്. അപ്പോൾ നരേന്ദ്രമോദിജി പറയുന്നത് പ്രവർത്തിക്കുന്നു. അപ്പോൾ പറയുന്നത് പ്രവർത്തിക്കാൻ മാത്രം ഇഷ്ടമുള്ള മോദിജിയോടൊപ്പം ചേരാനായിട്ട് ആളുകൾ കൂടുതൽ ആഗ്രഹിക്കും. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഊർജ്ജവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തുമായിട്ട് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ പകല് നല്ല ചൂടാണ് എല്ലാ സ്ഥലത്തും. രാത്രി ഇപ്പം 12 മണി കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് പ്രോഗ്രാമായി എന്ന് തോന്നുന്നല്ലേ? അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ പാർട്ടി പ്രവർത്തകരിൽ തന്നെയാണോ എനർജി കിട്ടുന്നത്? അല്ല, തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തകരിൽ നിന്നും അതുപോലെ തന്നെ മോദിജിയുടെ ഓരോ പ്രസംഗങ്ങളും ഇതെല്ലാം തന്നെ നമുക്ക് ഊർജ്ജമാണ്. മാത്രവുമല്ല, ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരുപാട് ബലിദാനികളുള്ള വീടുകൾക്കകത്ത് പാവപ്പെട്ട അമ്മമാർ, മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരും ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാരും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉടമകളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ഏറ്റെടുത്ത കാര്യത്തെ പരിസമാപ്തിയിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ദൃഢനിശ്ചയമാണ്. അത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മാത്രമല്ല. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ്, രാജ്യം, അതാണ് ഫസ്റ്റ്. അപ്പോൾ ആ ഒരു രാജ്യത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെ കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത്. ഇവിടെയും ഞങ്ങൾക്ക് ബലിദാനികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് കഠിന പ്രയത്നം ചെയ്യുന്ന എൻ്റെ പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ ആ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരാൾ പോലും 2-3 ഇടങ്ങളിലെ പരിപാടി അത് ക്യാൻസൽ ചെയ്യണമോ എന്നതിനെക്കുറിച്ച് വൈകുന്ന സമയത്ത് ആലോചന വരും. ഞാനപ്പോൾ ഇദ്ദേഹമാണ് ഇവിടുത്തെ നിയോജകമണ്ഡലത്തിൻ്റെ അധ്യക്ഷൻ മിസ്റ്റർ ബാബുരാജ്, അദ്ദേഹം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, നടന്ന് തളർന്നു. അപ്പം നടന്ന് തളർന്നുവെങ്കിൽ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് പോയി ആളുകളെ കണ്ട് നമുക്ക് ക്ഷീണമുണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിച്ച് പറഞ്ഞിട്ട് ക്യാൻസലാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണോ എന്ന് ഒരു സ്നേഹത്തിൻ്റെ പേരിൽ ചോദിക്കുകയാണ്. അദ്ദേഹത്തിനും ആഗ്രഹം എല്ലാ സ്ഥലത്തും എത്തണമെന്ന് തന്നെയാണ്. ഞാൻ പറയുന്നത് 4 പേർ എന്നെ കാത്തിരിക്കുന്നുണ്ടെങ്കിലും അത് അർദ്ധരാത്രി 12 മണിക്ക് ശേഷം 2 മണിയായാലും അവിടെ പോകണം എന്നുള്ള തീരുമാനമാണ്. ആ തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒറ്റ ചോദ്യം കൂടെ, ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM ആശങ്കപ്പെടുന്നത് ആരുടെ വോട്ടായിരിക്കും ശോഭാ സുരേന്ദ്രൻ കൊണ്ടുപോകുക എന്നുള്ള വലിയ ആശങ്ക അവർക്കിടയിലുണ്ട്. ആരുടെ വോട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്? കോൺഗ്രസ്സുകാരുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നല്ലവരായിട്ടുള്ള പ്രവർത്തകന്മാരുണ്ടല്ലോ, നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വഴിപഴച്ച പോക്ക് കണ്ട് വേദനിക്കുന്നവർ, കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ, അതായത് ആറ്റിങ്ങലിലെ പൊന്നാപുരം കോട്ടയെ പൊളിച്ച് ഇടതുപക്ഷത്തിൻ്റെ 10% വോട്ട് എനിക്ക് അന്ന് എൻ്റെ പ്രവർത്തകർക്കും എനിക്കും കൂടി നമുക്ക് അവിടെ നിന്ന് ശേഖരിക്കാൻ സാധിച്ചുവെങ്കിൽ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിനേക്കാളും
നല്ല സ്നേഹമുള്ള സമൂഹത്തോട് കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള കുറേ ആളുകൾ ഇവിടെ ഉണ്ട്, ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടു കൂട്ടരുടെയും വോട്ടുകൾ ഞങ്ങൾ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വരുക്കൂട്ടും. അത് വിജയത്തിൽ കുറഞ്ഞതായിട്ട് ഒന്നുമില്ല. വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള പണികൾ ഓരോ ബൂത്തുകളിലും ചെയ്യണമെന്നാണ് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും രാത്രി 12 മണിക്ക് ശേഷവും ഇപ്പോഴും ശോഭാ സുരേന്ദ്രൻ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തന രംഗത്ത് സജീവമാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയ പ്രയാണം ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 18 മണിക്കൂർ കഴിഞ്ഞ് 19ാമത്തെ മണിക്കൂറിലേക്ക് ശോഭാ സുരേന്ദ്രൻ്റെ ഇന്നത്തെ പ്രചരണ പരിപാടികൾ തുടരുകയാണ്. അമ്പലപ്പുഴയിൽ നിന്നും വൃന്ദാ സുധീഷിനോടൊപ്പം അർജുൻ സി വനജ്.